ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും കുട്ടിയും കൂടി പൂക്കുട്ടികളെ പൂരത്തിന് പോവാണ് കേട്ടോ. കടമ്പഴിപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണത്. അവർക്ക് ആ പൂരാണ്, അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഏട്ടൻ പണി മാറ്റി വന്നിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഇവിടുന്ന് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു കേട്ടോ. ഏട്ടന് പണി മാറ്റി വന്നപ്പോൾ ഒന്നും കഴിക്കാണ്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഹോട്ടലിൽ നിന്ന്. പിന്നെ ഇടയ്ക്ക് വെച്ച് വണ്ടി ഒന്ന് പഞ്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നേരാക്കിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഒരു 11:30 ആ ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ടോ. നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങി അമ്പലത്തിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോഴേക്കും അമ്പാടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടീനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് ചെന്നപ്പോൾ കാളയിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. കാളവേലയുടെയും പൂരത്തിൻ്റെയും കൂടെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞിട്ടുണ്ട് കാളകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പുലർച്ചെ ടൈമൊക്കെ ആയിട്ടുണ്ട്. കാളകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആയിട്ട് വരുമ്പോഴേക്കും കേട്ടോ. ഞങ്ങൾ കാളവേല കഴിഞ്ഞ് നാല് മണി 4:15 ആ ടൈമിൽ, പുലർച്ചെ 4 മണി 4:15 ആ ടൈമിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിക്കണത്. ഞങ്ങൾ കാവിലിരിക്കുമ്പോഴത്തേന് ആകെ 1-2 ഏറിപ്പോയി ഒരു 5-6 കാള അത്രയും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കാളകൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ എല്ലാ കാളകളും വന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അതിന് സമയം ഉണ്ടായിരുന്നില്ല. ഉണ്ണിയും കൂടെ ഉള്ളതല്ലേ കയ്യിൽ. അപ്പോൾ ഞങ്ങൾ അവനെടുത്തിട്ടുണ്ട്. പക്ഷേ 4 മണി ആ ടൈമിലാണ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാളകളൊക്കെ റോട്ടിലായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കാവിൽ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാവിൻ്റെ ഉള്ളിലിരിക്കുക ചെയ്തിരുന്നത്. കാളകൾ ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ആ റോഡിൽ ആ സൈഡിലൊക്കെ നിറച്ച് ബ്ലോക്കും കാര്യങ്ങളും നിറച്ച് തിരക്ക്. അപ്പോൾ കുടിനെ കൂടെ തിരക്ക് കൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒഴിഞ്ഞു നിന്നത്. അപ്പോൾ കാളകൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് വെച്ച് കൊട്ടിൻ്റെയും പാട്ടിൻ്റെയൊക്കെ സൗണ്ട് ആകുമ്പോൾ അമ്പാടി ഇങ്ങനെ ഇടയ്ക്ക് നീക്കും പിന്നെയും ഉറങ്ങും, പിന്നെയും നീക്കും പിന്നെയും ഉറങ്ങും, അങ്ങനെ ഇരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കരച്ചിലും ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആൾ. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ഫുൾ ടൈം ഉറക്കം ഒഴിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഒരു 5 മണി 5:30 ആ ടൈമിലാണ് ഞങ്ങൾ പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. ഏട്ടനും ചേച്ചി കുട്ടികൾ ഞാനും ഏട്ടനും ഞങ്ങളിങ്ങനെ വണ്ടിയുമ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോവാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ 4 റോഡിൽ കയറി നിന്നിട്ട് ഏട്ടനും ചേച്ചിനും കാത്തുനിൽക്കണം കേട്ടോ. അവരുടെ ആണെങ്കിൽ എത്ര മാറ്റിയിട്ട് ഏട്ടനും ചേച്ചിനും കഴിയില്ല. അപ്പോൾ ഞങ്ങൾ അവരിനെ കാത്തു നിന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് കാവിലേക്ക് പോകുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരവും കഴിഞ്ഞ് പൂരത്തിൻ്റെ പിറ്റേ ദിവസമേ കാളേനെ അഴിച്ച് പോവുള്ളൂ കേട്ടോ. നേരെ മറിച്ച് നമ്മുടെ തൂതയിലാണെങ്കിലും മുളയങ്കാവിലൊക്കെ ആണെങ്കിലും കാളവേലയുടെ അന്ന് തന്നെ കാള അഴിച്ചു പോകും. പൂരത്തിൻ്റെ അന്നേക്ക് വെക്കാറില്ല. പക്ഷേ ഇവിടെ പൂരം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് കാളയിൽ അഴിച്ചു പോകുക. കുറേ കാളകളുണ്ടായിരുന്നു കേട്ടോ. 50-50ൻ്റെ മുകളിൽ കാളകളുണ്ടായിരുന്നു എന്നാണ് ഏട്ടൻ്റെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കാളയുടെ ഇടയിൽ കൂടെ ഉണ്ടാണ് വരാറ്. കഴിഞ്ഞ കൊല്ലമൊക്കെ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മേലത്തെ കൊല്ലമൊക്കെ ആന ഇങ്ങനെ നിരന്ന് നിൽക്കില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് ഉണ്ടായിട്ടില്ല കേട്ടോ. ആന വരിക, അമ്പലത്തിൽ കയറുക, തൊഴുക, നേരെ തിരിച്ചിറങ്ങി പോവുക, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആന നിരക്കലൊക്കെ ഉണ്ടായിരുന്നു എന്ന്, പക്ഷേ എനിക്കറിയില്ല. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആന നിരക്കലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തറ, ഭൂതൻ, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേഷങ്ങളുണ്ടായിരുന്നു. പിന്നെ രാത്രി കുറേ കഴിഞ്ഞിട്ട് സബ്ബൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൂരം ഫുള്ള് കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് വീട്ടിലേക്ക് വരണം. അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.